CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഒന്ന്, പാർട്ടിയെ കാശുള്ള ചിലർ ഹൈജാക്ക് ചെയ്യുന്നു. രണ്ട്, അങ്ങനെ ഹൈജാക്ക് ചെയ്ത് അവർ പാർട്ടിയിലെ പദവികളിൽ എത്തിയ ശേഷം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയത മുതലെടുത്തുകൊണ്ട് അവർ ലഹരി കച്ചവടത്തിന് വേണ്ടിയിട്ട് അതേ പാർട്ടിയെയും പാർട്ടിക്കാരെയും ഉപയോഗിക്കുന്നു. ഇത് സംഭവം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ നടന്ന ചില സംഭവവികാസങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്ട്. അവസാനമായിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുകയുണ്ടായി. ഇത് അവസാനിപ്പിക്കാൻ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ള കാര്യം. ഈ ആലപ്പുഴയിലെ ഒരു ഏരിയ സെക്രട്ടറി ലഹരിക്കടത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ടതാണ് ഈ പരാമർശത്തിന് ആധാരം. ആലപ്പുഴയിലെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഈ ഒരു വിഷയമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ലോറിയിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു 1 കോടി രൂപയിലേറെ മൂല്യമുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നു. പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് ഇടുക്കിയിലുള്ള ഒരാൾക്ക് ഈ ലോറി വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്, അദ്ദേഹം എന്തതിൽ ഇടപാട് നടത്തുന്നു എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തടി ഊരാൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ അത് തന്നെ ഒരു സേഫ് ഗാർഡായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും ഇല്ലാതെ പാർട്ടിക്കത് പ്രശ്നം ഒതുക്കാവുന്നതേ ഉള്ളൂ. പോലീസ് കേസ് അന്വേഷിച്ചു. പ്രത്യേകിച്ച് കണ്ടെത്തലുകളൊന്നും ആ പ്രാദേശിക നേതാവിനെതിരെ ഉണ്ടായില്ല. പക്ഷേ എന്നിട്ട് പോലും പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി. അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഇന്നലെ കൊല്ലത്ത് അവകാശപ്പെട്ടതുപോലെ പാർട്ടിക്ക് അത് അവസാനിപ്പിക്കാൻ സാധിച്ചു. ഒരാൾ പാർട്ടിയെ മറയാക്കി ലഹരി കച്ചവടം നടത്തിയെന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ തെളിവ് ഉണ്ടായാലും ഇല്ലെങ്കിലും അയാൾക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളത് മാതൃകാപരമായൊരു തീരുമാനമാണ്. നല്ല കാര്യം. പക്ഷേ പാർട്ടിയിലേക്ക് ചില പണക്കാർ കടന്നു വരുന്നു, അതും അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം ഇന്നലെ കൃത്യമായി പറഞ്ഞു വെച്ചത്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ലേശം സംശയം എനിക്കുണ്ട് വ്യക്തിപരമായി. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു കേഡർ സിസ്റ്റം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന അച്ചടക്ക സംവിധാനവും അത്തരത്തിലുള്ള റെഗുലേഷൻസ് എല്ലാം കൃത്യമായി പാലിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നോംസ് ഉണ്ട്, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലേക്ക് ചില ആൾക്കാർ പെട്ടെന്ന് കടന്നു വരുന്നു. അവർക്ക് പെട്ടെന്ന് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. അവർ പെട്ടെന്ന് പാർട്ടിയിൽ വളരുന്നു. വർഷങ്ങളായി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വിറക് കോരിയും വെള്ളം കോരിയൊക്കെ നടന്ന പല പ്രവർത്തകരെയും മാറ്റിവെച്ചുകൊണ്ട് ഇവർക്ക് തിരഞ്ഞെടുപ്പ് വേളകളിൽ പരിഗണന ലഭിക്കുന്നു, സമ്മേളനങ്ങളിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. പലരും പല സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള പല താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുന്നു. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ PV അൻവർ അദ്ദേഹം തന്നെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അദ്ദേഹം എങ്ങനെ പാർട്ടിക്കാരനായി, അദ്ദേഹം എങ്ങനെ ഒരു സഖാവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തെ ആരോ കൊണ്ടുവന്നു. കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീ M മുകേഷ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നൊക്കെ വന്നതാണ്. പക്ഷേ അദ്ദേഹം ഒരു പൊടുന്നതിന് സുപ്രഭാതത്തിൽ CPMകാരനാവുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് ശ്രീ MV ഗോവിന്ദൻ പറയുമ്പോൾ അതിലൊരു എന്തോ ഒരു പൊരുത്തക്കേടില്ലേ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നിട്ടുള്ളത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ ശരി തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു. ആ മാറ്റം കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് തുടങ്ങിയതാണെങ്കിലും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അത് വളരെ ശക്തമായിട്ട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ജനങ്ങൾക്കിടയിലേക്കും വന്നിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് പാർട്ടി ലൈനാകെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇപ്പം പരിപ്പുവട, നമ്മുടെ കട്ടൻ ചായയും പരിപ്പുവടയും പറഞ്ഞില്ലേ, ആ കാലം മാറിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പാർട്ടിയിലും ചില മാറ്റങ്ങൾ വ്യക്തമായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടിയുടെ ഉള്ളിലേക്ക് ഒരുപാട് അനാവശ്യ ശക്തികൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് കടന്നുകൂടാൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതെങ്ങനെ അനുവദിച്ചു, എന്തുകൊണ്ട് സാഹചര്യം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ലൈൻ, പാർട്ടി ഒരു ചൈനീസ് ലൈനാണ് പണ്ടേ തുടരുന്നത്. CPM എന്ന് പറയുന്ന ഒരു ചൈനീസ് ലൈനും CPI എന്ന് പറയുന്ന ഒരു റഷ്യൻ ലൈനും ആണ് തുടരുന്നത് നമുക്കറിയാമല്ലോ. ഈ ചൈനീസ് ലൈനിൻ്റെ ഒരു പ്രത്യേകത പാർട്ടിയുടെ കൺട്രോളിൽ പൂർണ്ണമായി കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ ഇവിടെ പൊളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പോലെ അവിടെ പാർട്ടി കോൺഗ്രസ്, അതാണ് നാഷണൽ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ പൊളിറ്റ് ബ്യൂറോ. അവരുടെ കയ്യിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ മാനവികത എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ മാനവികതയല്ല. അത് വ്യക്തിയെ കൺട്രോൾ ചെയ്തുകൊണ്ട്, വ്യക്തിയെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് അയാളെ കയ്യിൽ നിർത്തുന്ന ഒരു മാനവികതയാണ് വരുന്നത്. ഈ മാനവികത പോലുള്ള ലൈനാണ് ഇവിടെയും തുടരുന്നത്. അതായത് പാർട്ടി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ളൊരു ലൈനാണ്. അത് ഡെങ് സിയാവോ പിങ്ങിൻ്റെ
കാര്യത്തിൽ അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറയും, അദ്ദേഹത്തിൻ്റെ ഒരു കാറ്റ് തിയറി എന്ന് പറയും. അതായത് പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്ന് നോക്കണ്ട, എലിയെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതല്ലായിരുന്നു നമ്മുടെ CPM-ൻ്റെ പഴയ ശൈലി. ആ പഴയ ശൈലി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു ജനാധിപത്യ ലൈൻ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയുടെ മഹാസമ്മേളനങ്ങൾ നടക്കുകയും പാർട്ടിയിലെ ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുകയും അതെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം ഇതിൻ്റെ ഒരു 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 അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇപ്പം അത് മാറിയിട്ട് അതായത് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന പോലെ പാർട്ടിയുടെ ടോപ്പിലുള്ള ചിലർ നിയന്ത്രിക്കുകയും ബാക്കിയുള്ളവർ ഇതിന് തലയാട്ടുകയും കണ്ണടയ്ക്കുകയും ചെയ്യുന്ന പാവകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു മോഡേണൈസ്ഡ് സ്റ്റൈലായിട്ട് അല്ലെങ്കിൽ ഈ വ്യവസായങ്ങളെയും വ്യവസായികളെയും പണച്ചാക്കുകളെയും കൂടെ നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റുമ്പോൾ വരുന്ന ഒരു ശൈലിയാണ്. ഈ ശൈലി കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വരുന്നുണ്ടെങ്കിലും 10 വർഷമായിട്ടിത് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് സമയത്ത് നമുക്കിത് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വളരെ വ്യക്തമായി പല്ലിളിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് പാർട്ടിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലർ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതായത് പാർട്ടിക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിൽ ചിലർ ഇതിനകത്ത് കടന്നു വരികയാണ്. അപ്പോൾ അതിൽ വ്യവസായികൾ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ വ്യവസായം അറിയാലോ, കേരളത്തിൽ നിലനിൽക്കുന്ന വ്യവസായം എല്ലാം ഒരു നെഗറ്റീവ് വ്യവസായങ്ങളാണ്. ക്വാറി മാഫിയ ആവട്ടെ, മണൽ മാഫിയ ആകട്ടെ, ഹോട്ടൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ബാറുകളാകട്ടെ, ഏത് നോക്കിയാലും നെഗറ്റീവ് വ്യവസായങ്ങൾ. വെറും ആയുർവേദ മസാജ് എന്ന് പറഞ്ഞ് പോലും നടത്തുന്നതിനകത്ത് എയും ബിയും കലർന്നാണ് ചെയ്യുന്നത് നമ്മളിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നെഗറ്റീവ് ബിസിനസ്സുകളാണ് ഇവിടെ കൂടുതൽ നടക്കുന്നതെന്ന് ഒരു വ്യാപകമായിരുന്നു. അതായത് പോസിറ്റീവ് ബിസിനസ്സുകൾ പലതും നടത്താൻ കഴിയുന്നില്ല. ആന്തൂർ സാജൻ മുതൽ പെട്ടിക്കട നടത്തുന്ന തങ്കപ്പനും ഗോവിന്ദനും വരെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യവും, നെഗറ്റീവ് ബിസിനസ്സുകൾ അത് ഏത് തരത്തിലുള്ള കൊള്ളയും കൊള്ളത്തരവും ആയാലും നടന്നു പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും അത്തരത്തിൽ മാഫിയകൾ കടന്നു വരികയും അവർക്ക് പാർട്ടികൾ രാഷ്ട്രീയത്തിന് അതീതമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരന് പലപ്പോഴും ഇതിലേക്ക് കടന്നു വന്ന് അവൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ അവൻ്റെ ആശയങ്ങൾക്ക് നിൽക്കാനോ കഴിയാത്തത്. അപ്പോൾ അതിന് പാർട്ടിയുടെ അച്ചടക്കം എന്നുള്ള വാള് പ്രയോഗിക്കുകയും ചൈനീസ് മോഡലിലുള്ള ഒരു ഭരണരീതി കൊണ്ടുവരികയും ചെയ്യും. ചൈനീസ് മോഡൽ വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇപ്പോൾ മാവോ സത്യങ്ങൻ്റെ കാലത്ത് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ കിടന്നാണ്. അവസാനം അവർ മടുത്താണ് ഡെങ് പിയാവോ സിംഗ് വന്നിട്ട് ദേശീയതയും അതുപോലെ തന്നെ ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വ്യാവസായിക അഭിവൃദ്ധിയും എല്ലാവർക്കും വയർ നിറച്ച് തിന്നാൻ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ലൈനിലേക്ക് ഡെങ് സിയാവോപിങ് വന്നതാണ് ചൈനയിൽ വന്നൊരു മാറ്റം. 1978 മുതൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ലൈനാണ് ചൈനയെ ഒന്ന് പിടിച്ചുയർത്തിയത്. അതുവരെ പട്ടിണിയായിരുന്നു. ഈ കിട്ടുന്ന പച്ചിലകൾ ഉൾപ്പെടെയുള്ളത് തിന്നുകൊണ്ട് അല്ലെങ്കിൽ കാണുന്നതിനെല്ലാം പിടിച്ച് തിന്നുകൊണ്ടൊക്കെ ജീവിക്കേണ്ട അവസ്ഥ അവർക്ക് വന്നിട്ടുണ്ട്. പാമ്പിനെ അട്ടയം വരെ തിന്നുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് അവരുടെ ഒരു കഷ്ടപ്പാടിനെയാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഡെങ് സിയാവോപിങ്ങിന് കഴിഞ്ഞു. അത് ഈ വ്യാവസായിക വിപ്ലവവും അതുപോലെ തന്നെ ചൈനീസ് പാർട്ടിയെയും ജനങ്ങളെയും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് അടിച്ചമർത്തിക്കൊണ്ടൊക്കെ തന്നെയാണ് സാധിച്ചത്. പക്ഷേ അതുപോലെ ഒരു ഭരണം കേരളത്തിൽ വന്നാലും ആൾ സഹിച്ചേനെ. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെടാൻ സഹായിക്കുകയും ഇവിടുത്തെ തൊഴിൽ നടക്കുന്ന അക്രമവാസനകളെ, ട്രേഡ് യൂണിയനിസത്തിന് അധികമായ ട്രേഡ് യൂണിയനിസം പ്രവണതകളെയൊക്കെ ചവിട്ടി അരിച്ച് നിർത്താൻ കഴിയും. നോക്കുകൂലി മാത്രമല്ല, പ്രവൃത്തി എടുക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, വെറുതെ ഒപ്പിട്ടിട്ട് ശമ്പളം വാങ്ങിക്കുന്നവരുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പാർട്ടിക്ക് വലിയ മതിപ്പുണ്ടായേനെ. പക്ഷേ അതിന് പകരം അതെല്ലാം വ്യവസ്ഥാപിത മാർഗങ്ങൾ അല്ലെങ്കിൽ അപ്രഖ്യാപിത വ്യവസ്ഥാപിത മാർഗങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയും എല്ലാ തെറ്റുകുറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും അതിനോടൊപ്പം തന്നെ വേറെ ചില പുതിയത് അടിച്ചമർത്തലിൻ്റെ രീതിയിലും പിടിച്ചലക്കലിൻ്റെ രീതിയിലും കൊണ്ടുവന്നിട്ട് അത് വിജയിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾ വിമിഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ ശക്തി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് പാർട്ടി തന്നെ ഇപ്പോൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പണ്ട് 36,000 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ബ്രാഞ്ചിലും 10 പേരെ കൂട്ടിയാലും നമുക്കൊരു 36,000 ഇപ്പോൾ അതിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു 4 ലക്ഷം 3,60,000 4 ലക്ഷം വരെ ആൾക്കാർ പാർട്ടി അടിമകളെ പോലെ നിൽക്കാൻ പറ്റുള്ളവരുണ്ട് പാർട്ടിക്കാരായിട്ട്. ഇതിന് പുറമെ ബഹുജന സംഘടനകൾ പലതുള്ളതിൽ നിന്നൊക്കെ കൂടെ ചേർത്തൊരു 5-6 ലക്ഷം പേരെ ഇങ്ങനെ ഒരു സേനയെ പോലെ നിലനിർത്താൻ കഴിഞ്ഞിരുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിൽ ചൂഷണം വന്നിട്ടുണ്ടോ എന്നവർ പരിശോധിക്കേണ്ടതാണ് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതിന് കാരണം ചില മൂല്യച്യുതികളാണ്. കാരണം നമ്മൾ ഈ 6 ലക്ഷം പേരെ 3.5 കോടിയിൽ 6 ലക്ഷം പേര് 8 ലക്ഷം പേരെയൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഭാഗമായിട്ട് നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും മൂല്യത്തിൻ്റെ ഒരു വലിയ സാധനം വേണം. ആ മൂല്യച്യുതി വന്നിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യം, ന്യൂ നോർമൽസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. അതായത് പുതിയ എന്താ പറയുക ശരികൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഓക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇപ്പോൾ ഇതാണ് ശരി, ഇപ്പോൾ ഇതാണ് നാട്ടുനടപ്പ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പാർട്ടി മാറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഘടകത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നു, അയാളെ കടന്നു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളങ്ങ് വെറുതെ അങ്ങ് കയറി ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്നതല്ല. അയാൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആരുടെയോ ഒത്താശയോടുകൂടിയോ മൗനാനുവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ പരസ്യ രഹസ്യ പിന്തുണയോടുകൂടി അദ്ദേഹം സിസ്റ്റത്തിൽ വരുന്നു. വന്നതിന് ശേഷം വൺസ് അയാൾ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു, ക്രമേണ വളരുന്നു, പെട്ടെന്ന് തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. അതിനെല്ലാം പിന്നിൽ വേറെ സംഗതികളുണ്ട്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അവസാനിപ്പിച്ചു എന്നാണ് ശ്രീ ഗോവിന്ദൻ പറയുന്നത്. അവസാനിപ്പിച്ചാൽ നല്ല കാര്യം. കാരണം ഭൂരിപക്ഷം വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരുടെ എന്താ പറയുക, അവരുടെ മുഖത്ത് നോക്കി തുപ്പുന്നതിന് തുല്യമാണ് അവരെയെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാരെ കെട്ടിയിറക്കുന്നത്. പക്ഷെ അത് അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ന്യൂ നോർമൽ സിസ്റ്റമായിട്ട് മാറിക്കഴിഞ്ഞു. ലഹരി കടത്തുകാരെ ഒരിടത്തവർ ഒഴിവാക്കി എന്ന് പറയുന്നു, നമുക്ക് ആശ്വസിക്കാം. അറ്റ്ലീസ്റ്റ് ആലപ്പുഴ പ്രോസ്പെക്റ്റിലെങ്കിലും ലഹരി കടത്തുകാരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ അവർക്ക് സാധിച്ചു, നല്ല കാര്യം. പക്ഷേ മലപ്പുറത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഇനിയിപ്പോൾ മലപ്പുറം ജില്ലാ സമ്മേളനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ പാർട്ടി എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും തുടങ്ങിയ ആരോപണം അത് എല്ലാ പരിധികളും വിട്ട് മുഖ്യമന്ത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും വരെ എത്തി. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ചോദ്യം വരുന്നുണ്ട്, പാമ്പിനെയാണല്ലോ വളർത്തിയത്. അപ്പോൾ ഇതുപോലെയുള്ള പാമ്പുകൾ ഇനി മറ്റ് ഘടകങ്ങളിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ വരാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം? അതിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ പാർട്ടി പ്രസിദ്ധീകരിക്കണം എന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ കൊല്ലത്താണ് ഇത് സംഭവിച്ചത്, ആദ്യഘട്ടത്തിൽ ആദ്യ സമ്മേളനം അവിടെയാണ്. പക്ഷേ നാളെ ഇതിനി മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒരുപക്ഷെ അവിടുത്തെ താനൂർ MLA ആയ മന്ത്രി എങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായി ചോദ്യം വന്നേക്കാം. അതുപോലെ തന്നെ കാരാട്ട് റസാഖ്, അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം എങ്ങനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നു? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നേക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സമിതി അംഗം സഖാവ് P ജയരാജൻ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയുണ്ടായി. പാർട്ടിയിലെ ഇപ്പോൾ കുറേയധികം ആൾക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട്. ആ നുഴഞ്ഞു കയറുന്ന ആൾക്കാരിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ചില ഫണ്ടമെൻ്റലിസ്റ്റുകളും ഉണ്ട് എന്നുള്ളൊരു സംഭവം പറഞ്ഞത് നമ്മളാരുമല്ല, മാധ്യമപ്രവർത്തകരല്ല, പൊതുജനങ്ങളോ പാർട്ടിക്കാരോ അല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സമിതി അംഗം പറഞ്ഞ കാര്യമാണ്. ഗൗരവമായി കാണേണ്ട കാര്യമാണ്. അറ്റ്ലീസ്റ്റ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെങ്കിലും അതൊരു ചോദ്യമായി ഉയരും. അതിന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്നും മറുപടി പറയും. മറുപടി വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ആ മറുപടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ടിക്ക് എങ്ങനെ വരും ദിവസങ്ങളിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ ഇങ്ങനൊരു വിഷയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പാർട്ടി സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനൊരു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആൾക്കാരും CPMനെ ഒരു സുഖ ലാവണ കേന്ദ്രമായി കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി അദ്ദേഹം മറുപടി പറയേണ്ടി വരും. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഖാവ് P ജയരാജൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് എന്ത് നടപടി പാർട്ടി എടുക്കും? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ നോർമൽസ് ഇതെല്ലാം പുതിയ നാട്ടുനടപ്പായി മാറിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഈ നാട്ടുനടപ്പുകളെല്ലാം പൂർണ്ണമായി ഇറേസ് ചെയ്തുകൊണ്ട് നാളെ മുതൽ അഴിച്ചാം കുഴിച്ചാം ഒന്നേന്ന് എന്ന് പറയുന്നത് പോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് തുടങ്ങാം, പുതിയൊരു ജീവിതം തുടങ്ങാം. ചില ഭാര്യയും ഭർത്താവും ഒക്കെ പിണങ്ങിയതിന് ശേഷം രാത്രി അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം ലോഹിത്തിലെത്തിയതിനു ശേഷം പറയും നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞു, നാളെ മുതൽ നമുക്കൊരു പുതിയ ജീവിതം എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞത് കഴിഞ്ഞു. CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധാർമിക പ്രവർത്തനങ്ങളും നമുക്ക് മാറ്റി നിർത്താം, നാളെ മുതൽ നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പാർട്ടിക്ക് തുടങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തുടങ്ങിയാലും എന്ത് നടപടി കൈക്കൊള്ളും, ആരെയൊക്കെ പുറത്താക്കും? ഈ പറയുന്ന സോക്കോൾഡ് PV അൻവർ ഒക്കെ അദ്ദേഹം സ്വതന്ത്രനാണെന്ന് പറയും, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പല ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ട്, വിവാദ നായകന്മാർ. ഈ പറയുന്ന സഖാവ് P ജയരാജൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട ചില കഥകൾ പറയുന്നുണ്ട്. ഈ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട പല ആൾക്കാരെയും പല ഏരിയ കമ്മിറ്റികളിലോ ബ്രാഞ്ച് കമ്മിറ്റികളിലോ ഒക്കെ കാണാൻ സാധിക്കും വടക്കോട്ട് പോയി കഴിഞ്ഞാൽ. ഇത് നമ്മളാരും പറയുന്നതല്ല, പാർട്ടിക്കാർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ എന്ത് നടപടി പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കും? ഒരു ക്ലെൻസിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ദുർനടപ്പുകാരെയും ഇറേസ് ചെയ്തുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ ആകുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ
ഞാൻ അച്യുതാനന്ദൻ മിനിസ്ട്രിയിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. നമ്മൾ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് കാണാം പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവർ തന്നെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരികയും പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വരികയും പാർട്ടിയുടെ മന്ത്രിയെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ഞാൻ അത് ഉപദേശിച്ചു തരാം, ഞാൻ അങ്ങനെ പറഞ്ഞു തരാം, ഞാൻ ഈ മന്ത്രിസഭയെ നന്നാക്കാൻ എന്നത് പറയാം എന്ന് പറഞ്ഞ് സമീപിക്കുന്ന ഒരു ടോപ്പ് ലെവൽ മുതൽ താഴെത്തട്ടിൽ ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ LC സെക്രട്ടറിയും വരെ ചെന്ന് കണ്ട് അവിടെ ശുപാർശ സ്ഥാപിച്ച് അവിടുത്തെ ലോക്കൽ അവൻ്റെ തെറ്റായ അബദ്ധസഞ്ചാരങ്ങളെ മുഴുവൻ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു ശൈലി ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളിൽ പലത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ്. അതായത് ആരൊക്കെയാണോ പിന്നെ കമ്മ്യൂണിസത്തിന് യോജിക്കാത്തത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവരിതിനകത്തേക്ക് കടന്നു വരികയും അവരെ അറിഞ്ഞോ അറിയാതെയോ തലോടേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എവിടെയും അപജയം ഉണ്ടായിട്ടുള്ളത്. ബംഗാളിലെ തകർച്ചയ്ക്ക് കാരണം അതാണ്, ത്രിപുരയിലെ തകർച്ചയ്ക്ക് അതിന് കാരണമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ആ തകർച്ച ഉണ്ടാവാത്തതിന് കാരണം ത്രിപുരയിലേക്ക് 25 വർഷം അടുപ്പിച്ച് പാർട്ടി ഭരിച്ചതാണ്. കേരളത്തിൽ പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ 57 കഴിഞ്ഞാൽ പിന്നെ 67 ഇതെല്ലാം ഒരു വർഷം 2 വർഷമാണ് ഭരിച്ചത്. 80 വന്നിട്ടും 2 വർഷം കഷ്ടിച്ച് ഭരിച്ചു. പിന്നെ 87 മുതലാണ് പിക്ചർ ഒന്ന് മാറി വന്നത്. ഒരു തവണ ഞാൻ ഒരു തവണ നീ എന്നുള്ള ലൈനിലേക്ക് വരികയും അപ്പോൾ മുതൽ ഏതാണ്ട് പാർട്ടിക്ക് ചില അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വലിയ പരിസമാപ്തിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുത്തിയില്ലെങ്കിൽ ഇത് തിരുത്താനുള്ള സാഹചര്യം എളുപ്പമല്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്ന പോലെ ഈ ഒരു സമ്മേളനം കൂടുമ്പം അവിടെ അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ പിരിച്ചു വിട്ടുകൊണ്ട് വേറെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, അത് ശിഥിലീകരണത്തിൻ്റെ ഒരു ആരംഭമായിട്ടാണ് വരുന്നത്. നമ്മൾ മംഗലപുരത്ത് കണ്ടു. അതെവിടേക്കാണ് അവർ പോയത്? ഒരു CPMൻ്റെ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന അല്ലെങ്കിൽ മംഗലാപുരം മധു എന്ന് പറയുന്ന ആൾ പോയത് എവിടേക്കാണ്? BJPയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ BJPയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ BJPയിലേക്ക് പോകുന്ന പാപം എന്നല്ല ഞാൻ പറയുന്നത്. BJPയിലേക്ക് ഇപ്പോൾ ആർക്കും പോകാതിരിക്കാം, ഇതൊക്കെ ശരി. പക്ഷേ CPMൻ്റെ ഐഡിയോളജി വെച്ചിട്ട് അയാൾ BJPയിലേക്ക് പോകുമ്പം നമ്മുടെ വാര്യർ നേരെ കോൺഗ്രസിൽ പോയ പോലെയാണ്. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ അതിന് വിരുദ്ധമായ ഒന്നിലേക്ക് പെട്ടെന്ന് ചാടി കയറുമ്പോൾ അതവിടെ പാർട്ടിക്ക് ചോദ്യചിഹ്നം ഉണ്ടാകുന്നു, അണികൾക്ക് ചോദ്യചിഹ്നം ഉണ്ടാകുന്നു, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റാത്തൊരു സാധനമാണ്. ഇത് പല തട്ടിലായിട്ട് പലരും കയറിയിട്ടുണ്ട്. അതായത് അടിപിടി അക്രമം കാണിച്ചാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഈ പാർട്ടിയാണ് നല്ലതെന്ന് കരുതി ചിലർ കയറിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഒരുപാട് പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അത് ഇതിൽ നിന്നല്ല എല്ലാ പാർട്ടിയിലും കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PFIയുടെ നിരോധനത്തോടു കൂടി എല്ലാ പാർട്ടികളിലും ഓരോരുത്തരിങ്ങനെ നുഴഞ്ഞ്, അതായത് എവിടെയൊക്കെ കയറാൻ പറ്റും അവിടെ എല്ലാം നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ടുണ്ടാവണം. കാരണം അവർക്ക് സംരക്ഷണം കൂടുതൽ കിട്ടാനായിട്ടോ അങ്ങനെ വന്നിട്ടുണ്ടാവും. പാർട്ടി ഒരു പക്ഷേ അതൊരു അവസരമായിട്ട് കണ്ടിട്ടുണ്ടാവും. കാരണം കൂടുതൽ ന്യൂനപക്ഷങ്ങളെ നമ്മളോടൊപ്പം നിർത്താനുള്ള ഒരു അവസരമായിട്ട് പാർട്ടി കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് ചിന്നി ചിതറി കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബദൽ രേഖ എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നല്ലോ. ബദൽ രേഖ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരം പിന്നെ ന്യൂനപക്ഷ വർഗീയതയോട് കൂട്ടു നിൽക്കുക എന്നുള്ളതിൻ്റെ പച്ചയായ അർത്ഥമാണ് ബദൽ രേഖ. ഇപ്പം ബദലുക്ക് ബദൽ രേഖയാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും തീവ്രമായതിനോട് പോലും ഒത്തു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പണച്ചാക്കുകൾ ഏതൊക്കെ വിധത്തിൽ പോകാമോ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ഒരു ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മൂല്യച്യുതി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉയർന്നു വരുന്നതാണ് പലയിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ പാർട്ടി കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒറ്റ ഇതിൽ പിടിച്ചു നിർത്താനോ ഒറ്റ ഇതിൽ നമ്മൾ പിന്നെ കളപറിച്ച് ദൂരെ കളയുന്നവരെ കളയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇന്ന് പ്രസ്ഥാനം നിൽക്കുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും പലവിധ മൂല്യച്യുതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചൈനയിലെ ഞാൻ പറഞ്ഞല്ലോ, ചൈനയിലാണെങ്കിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല. ചൈനയിൽ അവർക്ക് അതിനുള്ള മാർഗമുണ്ട്. ഇന്നലെ ഒരു മന്ത്രി അവിടെ ഇരുന്നു, ഇന്ന് അയാളെ കാണുന്നില്ല. ഇന്നലെ ഒരു പട്ടാള മേധാവി അവിടെ ഉണ്ടായിരുന്നു, ഇന്ന് ആ പട്ടാള മേധാവിയെ കാണുന്നില്ല. എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. പത്രം മിണ്ടില്ല, TV മിണ്ടില്ല, പിന്നെ ഔദ്യോഗിക കുറിപ്പ് ഇറക്കില്ല. പക്ഷേ കേരളത്തിൽ അത് പറ്റില്ല, ഇന്ത്യയിൽ അത് പറ്റില്ല. ഇവിടെ നമ്മൾ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം സെൻട്രലൈസ്ഡ് ഡെമോക്രസിയിലല്ല പോകുന്നത്. എല്ലാവരും ഒരു വോട്ട്, എല്ലാവരും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ കളപറിക്കൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കള വരാതിരിക്കാനാണ് ശരിക്കും നോക്കേണ്ടത്. അതിന് പാർട്ടിയിലെ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മുമ്പ് ഉദ്ദേശിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ
മറ്റ് ഇപ്പം ഞാൻ ഒരുപാട് ട്രാവൽ റൈറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ടൂറിസം വകുപ്പിൽ ജോലി ചെയ്യുന്നപ്പോൾ. ആ ട്രാവൽ റൈറ്റേഴ്സ് ലോകം മുഴുവൻ സഞ്ചരിച്ചവരാണ്. അവരൊക്കെ ഇവിടെ വന്ന് കമ്മ്യൂണിസത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വളരെ വാചാലമായിട്ട് അവരോട് പറയാറുണ്ട്, ഞങ്ങളുടെ ഇങ്ങനെ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസ്ഥാനമാണെന്നൊക്കെ. അപ്പോൾ അവർ പറയുന്നത് ഇത് എങ്ങനെ വന്നാലും അവസാനം ഇതിങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് പറയും. അതിന് കാരണം അവർ പറയുന്നത് എവിടെയൊക്കെ നിങ്ങൾ കമ്മ്യൂണിസം നോക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ അവസാനം ഭരണം നല്ല രീതിയിൽ കയ്യിൽ മുറുകുമ്പോൾ അവിടെ മൂല്യച്യുതി സംഭവിക്കും. ഖജനാവിലെ പണമെടുത്ത് സ്വർണ്ണ ടോയ്ലറ്റ് സ്വർണ്ണ ക്ലോസറ്റ് ഉണ്ടാക്കി ടോയ്ലറ്റ് നിർമ്മിച്ച് അവിടെ വിസർജിച്ചിരുന്നവരെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ലീഡർമാരായിരുന്നു. ചൗഷാസ്കുസിൻ്റെ കഥ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഖജനാവ് വരെ നശിപ്പിക്കാൻ ആർക്കും മടിയില്ലാത്ത വിധത്തിലേക്ക് ഇത് പോവും, പ്രസ്ഥാനം പോവും എന്നവർ പറയുന്ന ഒരു സാഹചര്യം ലോകമൊട്ടുക്കുള്ളത്. അവർ ലോകം മുഴുവൻ കണ്ടിട്ടാണ് പറയുന്നത്. ഒരു റുമേനിയ മാത്രമല്ല, പോളണ്ട് മാത്രമല്ല, അവർ ലോകം മുഴുവൻ സഞ്ചരിച്ച സഞ്ചാര സാഹിത്യകാരന്മാരാണ്. അവരിവിടെ വന്നിട്ട് നമ്മൾ ഈ കമ്മ്യൂണിസം നല്ലതാണ്, ഞങ്ങളുടെ കമ്മ്യൂണിസം പ്രത്യേക സ്റ്റൈലിലുള്ളതാണ്, കേരള ഈസ് ഗ്രീൻ ബിക്കോസ് കേരള ഈസ് റെഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതായത് കേരളം ഇത്ര ഹരിതാപമായിരിക്കുന്നത്, കേരളത്തിൽ ജനങ്ങൾ ഇത്ര ഹരിതാപമായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര സാമ്പത്തിക അഭിവൃദ്ധിയിലുള്ളത്, ആരോഗ്യത്തിലുള്ളത്, ക്ഷേമത്തിലുള്ളത് എല്ലാം ഇത് റെഡ് ആയതുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്ന മറുപടിയാണ്. അങ്ങനെ റെഡായിട്ട് നിൽക്കില്ല. ഇത് എന്ന് അധികാരം വരുന്നോ നിങ്ങൾ നോക്കിയോ, അധികാര കുത്തക എന്ന് വരുന്നോ ഇത് സംഗതി ടപ്പെന്ന് പ്ലേറ്റ് മാറും. ഇത് റൊമേനിയയും പോളണ്ടും ഒക്കെ ആയി മാറും. ഇവിടുത്തെ ഉള്ളവർ ചിലപ്പോൾ ചൗഷാസ്കുമാരായിട്ടൊക്കെ വന്നെന്നിരിക്കും എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. താങ്കൾ ഈ സംസാരിച്ചപ്പോഴാണ് ഞാനത് ഓർത്തത്. ആ അവസ്ഥയിലേക്ക് പാർട്ടി പോകാതിരിക്കണമെങ്കിൽ കള പറിക്കണം. പക്ഷേ കള പറിക്കൽ എളുപ്പമാണോ? കള പറിക്കൽ നമ്മുടെ സാഹചര്യത്തിൽ എളുപ്പമല്ല. കാരണം വെച്ചാൽ ഇവിടെ പൂർണ്ണമായിട്ട് ഒരു പാർട്ടി ലൈൻ ഞാൻ പറഞ്ഞില്ലേ, ചൈനയെ കണ്ട പോലെ ഒരു ലൈൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ കള പറിക്കും, എങ്ങനെ ആവശ്യമില്ലാത്ത പണച്ചാക്കുകൾ കയറി വന്നത്, ആവശ്യമില്ലാത്ത വർഗീയവാദികൾ കടന്നു വന്നത്, ആവശ്യമില്ലാത്ത കഞ്ചാവുകാരൻ കടന്നു വന്നത്, അല്ലെങ്കിൽ കുത്തക മുതലാളി കടന്നു വന്നത്, ഗുണ്ട കടന്നു വന്നത്, ഇതിനെ എങ്ങനെ പുറത്ത് കളയും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സമ്മേളനങ്ങളിൽ ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ ചോദ്യം, പാർട്ടി ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം. പാർട്ടിയിൽ അധികാരത്തിൽ തുടർന്ന് ഇങ്ങനെ പോകുന്നതിനും ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനും ഇത് ആവശ്യമാണ്. എനിക്കിതിൽ തോന്നുന്നത് സഖാവ് MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി, അല്ലെങ്കിൽ പാർട്ടിയുടെ പക്ഷം ഇതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അത് ശരിയോ തെറ്റോ, അതൊക്കെ പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ ഇതിൽ ഞാൻ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താകും എന്നുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട പാർട്ടി വേദികൾ ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് 13 ജില്ലാ കമ്മിറ്റികൾ ചേരാനുണ്ട്, പുതിയ കമ്മിറ്റി ഫോം ചെയ്യാനുണ്ട്, ജില്ലാ സമ്മേളനങ്ങൾ നടക്കാനുണ്ട്. ഈ വേദികളിൽ എവിടെയെങ്കിലും സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുമോ ഈ ഒരു വിഷയത്തിൽ എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ സംസ്ഥാന സമ്മേളന വേദിയിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയേക്കാം. ഇത്തരത്തിലുള്ള പാർട്ടി പ്രതിസന്ധിയിലാക്കിയ പല വിവാദങ്ങളിലും അദ്ദേഹം മനസ്സ് തുറന്ന് പാർട്ടിയുടെ നിലപാട് എന്താണ്, ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, എപ്പോഴും പാർട്ടി സമ്മേളനങ്ങൾ അങ്ങനെയാണല്ലോ, ഇനി അടുത്തെന്ത് എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം എന്ത് നിലപാട് പറയും എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ എൻ്റെ മനസ്സിലുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി സഖാക്കന്മാരും അത്തരത്തിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും എന്നും ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഇപ്പോൾ ഈ കൊല്ലത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ മറ്റ് ജില്ലാ കമ്മിറ്റികളിൽ വരുന്ന പക്ഷം സ്വാഭാവികമായിട്ടും PV അൻവർ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്നു, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി അംഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും നിൽക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആയിട്ടാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഈക്വൽ ടു CPM സഖാവ്. അങ്ങനെ എങ്ങനെ PV അൻവർ CPMൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടത് സ്വതന്ത്രനായത് എങ്ങനെ നിലമ്പൂരിൽ? ഇതിനൊരു ഉത്തരം ഒരുപക്ഷെ അദ്ദേഹം പറയേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നു, പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നു, ഞാനും പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീ M മുകേഷ് അദ്ദേഹവും ഈ പറയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 സഖാവ് PK ഗുരുദാസൻ അദ്ദേഹത്തെ ആയിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പരിഗണിച്ചിരുന്നത് കൊല്ലത്ത്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട എഴുത്തുകൂത്ത് പരിപാടികളും അത്യാവശ്യം നോട്ടീസൊക്കെ ശിവകാശിയിലേക്ക് പ്രിൻ്റ് ചെയ്യേണ്ട നോട്ടീസുകൾ പോലും തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലേക്ക് സെൻട്രലിൽ നിന്ന് നേരിട്ടൊരു വിളി വരുന്നു, തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്നൊരു നിർദ്ദേശം മുകളിൽ നിന്ന് വരികയും തൽക്കാലം PK ഗുരുദാസൻ അദ്ദേഹം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനമാണല്ലോ. അദ്ദേഹം ഈ പറയുന്നത് പോലെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനോ ചാനലുകളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വിവാദമാക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അദ്ദേഹം സ്വയം പാർട്ടി പറഞ്ഞത് പൂർണ്ണമായി പാർട്ടിക്ക് വിധേയപ്പെട്ട് അദ്ദേഹം മാറി നിന്ന് പാർട്ടി പറഞ്ഞത് അനുസരിച്ച് തൊട്ട് പിന്നാലെ ശ്രീ M മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇതിന് പിന്നിൽ ചില ഇടപെടലുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പിന്നിൽ കൊല്ലത്തൊരു ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം AK സെൻറ്ററിലുള്ള
വലിയ വലിയ നേതാക്കന്മാരെ അദ്ദേഹം കോൺടാക്ട് ചെയ്യും. പെട്ടെന്ന് കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി ശ്രീ എം മുകേഷ് വരികയും ചെയ്തു എന്നതാണ് കൊല്ലത്തെ സഖാക്കന്മാർ പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഇത്തരം വിവാദ വിഷയങ്ങളിൽ ഈ പറയുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായ ചർച്ചകളുടെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സഖാവ് പിണറായി വിജയൻ ഇതിനൊക്കെ മറുപടി പറയുമോ എന്നുള്ളത് അറിയാൻ അതിയായ ആകാംക്ഷയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സഖാക്കന്മാർ മൂല്യബോധത്തിൽ അധിഷ്ഠിതമായി നിൽക്കണം എന്നൊക്കെ ഇന്നലെ ശ്രീ എം വി ഗോവിന്ദൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ, കുറച്ച് അധികം നാൾ മുന്നേ നമ്മുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ വിവാദ നായകനായ ശ്രീ ഇ പി ജയരാജൻ അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന AK സെൻറ്ററിൻ്റെ സമീപത്ത് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഒരു റേഞ്ച് റോവർ ഡിഫൻഡർ കാറിൽ നിന്ന് യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ പഴക്കമുള്ള കാര്യമാണ്, റീസെൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഡിഫൻഡർ കാറിൽ പോകുന്നു, യാത്ര ചെയ്യുന്നു, ആഡംബര സുഖസൗകര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി നിന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചോദ്യം അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാ കാലത്തും സഖാക്കന്മാർ കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ച് ജീവിച്ചാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞു. കുറച്ച് പഴക്കമുള്ളതാണ്, പക്ഷേ ആ ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. കാരണം ഈ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അത്, ആ വിവാദ പുസ്തകത്തിലും പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു കട്ടൻ ചായയും ഒരു പരിപ്പൂടയുണ്ട്. അപ്പോൾ കട്ടൻ ചായയും പരിപ്പൂടയൊക്കെ മാറ്റി വെക്കണം എന്ന് ഇതിനു മുൻപ് പറയാതെ പറഞ്ഞു വെച്ച സഖാവ് ഇ പി ജയരാജൻ്റെ പേരിൽ ഒരു പുസ്തകം വരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരിലും കട്ടൻ ചായയും പരിപ്പൂടയൊക്കെ വരുന്നു. അപ്പോൾ ശരിക്കും സഖാക്കന്മാർ കട്ടൻ ചായയും പരിപ്പൂടയിൽ തന്നെ നിൽക്കണമോ അതോ അഡ്വാൻസ് ആയിട്ട് കുഴിമന്തിയിലേക്ക് പോകേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ ഈ പി വി അൻവർ പറഞ്ഞത് എല്ലാവരും ഇപ്പോൾ കുഴിമന്തി കഴിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കുഴിമന്തിയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം പാർട്ടിക്ക് അനിവാര്യമാണോ? കാലഘട്ടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ CPMൻ്റെ അണികളോട് CPM എന്തായിരിക്കും നിർദ്ദേശിക്കുക? ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഈ ലഹരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു പ്രസക്തമായൊരു ഒരു നിലപാടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു, കള്ളുകുടിയന്മാരും മദ്യപാനികളും ലഹരിക്ക് അടിമപ്പെട്ടവരൊന്നും പാർട്ടിക്കാരായി നിൽക്കണ്ട, അവരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നമ്മൾ നിർത്തില്ല, അവരെ നമ്മൾ മാറ്റി നിർത്തും, അവർ ഉത്തരവാദിത്തമുള്ള അനുഭാവികളായി പുറത്തു നിൽക്കട്ടെ, ഇത്തരം ദുശീലങ്ങളൊന്നും ഇല്ലാത്തവർ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളൊരു നിലപാട് പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അത്തരത്തിലുള്ളൊരു നിലപാട് ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തിലോ അല്ലെങ്കിൽ വരുന്ന ജില്ലാ സമ്മേളനങ്ങളോ ഉണ്ടാകുമോ? എൻഡ് ഓഫ് ദ ഡേ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയാണ്, ഇതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട്, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ പറയുകയാണ്, ഇതാണ് നമ്മുടെ നിലപാട്, ഇത് പറയുന്നത് ഒരു ഫൈനൽ സേ ആണ്, ഇതിനപ്പുറം ഒരു മാറ്റം ഉണ്ടാകില്ല, അങ്ങനെ ഉണ്ടായാൽ പാർട്ടിയിൽ അവർ ഉണ്ടാകില്ല എന്ന് ക്ലിയറായിട്ട് അവർ പറയുമോ എന്നറിയാനുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ചിന്തിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ തുടർച്ചയായ ഭരണമാണ് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ പാർട്ടിയെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പല സഖാക്കന്മാരുമായിട്ടും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ടും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അവർ പറയാതെ പറയുന്നുണ്ട്, നമ്മുടെ പാർട്ടി ഇനി ഒരു ടേം കൂടെ വരണ്ട, അതായത് ഹാട്രിക് അടിക്കേണ്ട പിണറായി വിജയൻ സർക്കാർ 2 ടേമിൽ നിന്നാൽ മതി എന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരത് ഒഫീഷ്യലി പറയുന്നതല്ല, സൗഹൃദ സംഭാഷണത്തിൽ പേഴ്സണലി പറയുകയാണ്. അപ്പോൾ പലരും അത് ആഗ്രഹിക്കുന്നുണ്ട്, പാർട്ടിക്കാരും പാർട്ടിക്ക് പുറത്തുള്ളവരും. അങ്ങനെ ഒരു സാഹചര്യം വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ പാർട്ടി നിൽക്കുന്നതും മത്സരിക്കുന്നതും ഒക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, വീണ്ടും അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനി ഒരു ടേം കൂടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സർവനാശത്തിന് കേരളത്തിൽ, ഇപ്പോൾ നേരത്തെ ത്രിപുരയിലോ ബംഗാളിലോ ഒക്കെ ആവർത്തിച്ച് സംഭവിച്ചതുപോലെ കേരളത്തിലും പാർട്ടിയുടെ സർവനാശത്തിലേക്കുള്ള ഒരു പോക്കായിരിക്കുമോ ഒരു ഹാട്രിക് ജയത്തിലൂടെ അവർക്ക് ലഭിക്കുക എന്നുള്ളതും അറിയേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ് അതിൻ്റെ ആപ്തവാക്യമായി വരേണ്ടത്. അതായത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമം, പക്ഷേ അത് പറയുക എളുപ്പമാണ്, പ്രവർത്തിക്കുക പ്രായോഗികമാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ നമ്മൾ കള പറിച്ച് കളയണം, നമ്മളൊരു പച്ച പാടം ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുകയാണ്, അതിനകത്ത് കള പറിച്ച് കളയണം എന്ന് പറഞ്ഞാൽ കളകളുടെ എണ്ണം കുറവായിരിക്കണം. കളകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇത് പറിച്ച് കളഞ്ഞാൽ അവസാനം പിന്നെ 5-6 കുറ്റികളെ ഇവിടെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും വിളകളെ ഇവിടെ പിടിപ്പിച്ചിട്ട് വേണ്ടേ അത് വരാൻ. അത് വലിയൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് പാർട്ടി ഇന്ന് തയ്യാറാണോ? അവിടെയാണ് പ്രശ്നം. ഈ പാർട്ടിയിൽ ഇങ്ങനെ കള കുറവും വിള കൂടുതലും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിള കുറവും കള കൂടുതലുമായിട്ട് വരുന്ന ഒരു കാലം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കവർ ചെയ്യും? വീണ്ടും ഇത് ഹരിതാപമായിട്ട് ഇങ്ങനെ നിർത്തുകയും വേണം, കള പറിച്ച് കളയുകയും വേണം. അതിനുള്ള തയ്യാറെടുപ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായൊരു ചോദ്യം. അപ്പോൾ താങ്കൾ അതുപോലെ തന്നെ പറഞ്ഞു, ഭരണം കിട്ടിയാലത്തെ കാര്യം പറഞ്ഞു. ഭരണം കിട്ടിയാൽ പാർട്ടിക്ക് കുഴപ്പമൊന്നും സാധാരണ അതിൽ വരാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭരണം കിട്ടിയാലും ഒരു പാർട്ടി സെക്രട്ടറി അവിടെ ശക്തനായിട്ട് കാണുകയും ആ പാർട്ടി സെക്രട്ടറിയുടെ കൈകളിലൂടെ ജനങ്ങളുടെയും പാർട്ടിയുടെയും ആശയ അഭിലാഷങ്ങൾ മന്ത്രിസഭയിലേക്ക് വരികയും അത് സമ്മേളിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ
എനിക്ക് തോന്നുന്നത് കേരളത്തിൽ CPM-ൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി പാർട്ടിക്കും അതീതനായിട്ട് തന്നെ വരുന്ന വിധത്തിലൊരു വ്യക്തിത്വമായി മാറി. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതും ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ പാർട്ടിയേക്കാൾ വലിയൊരു വ്യക്തിത്വമായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അത് ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈനാണ്. ഇപ്പോൾ ഷീ ജിങ് പിൻ എങ്ങനെയാണോ അതുപോലെ അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അതുപോലെ തന്നെ കേരളത്തിലല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഹിമാലയ പർവ്വതമായിട്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു പ്രത്യേകതയും. അതിൻ്റേതായ ഗുണവുമുണ്ട്, ദോഷമുണ്ട്. അത് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2-2.5 വർഷക്കാലം തൊട്ടടുത്ത് നിന്ന് പ്രവർത്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളെ മസ്കറ്റ് ഹോട്ടലിലെ മീറ്റിങ്ങിൽ കടക്ക് പുറത്തുനിന്നുണ്ടായതും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രോട്ടോക്കോളിൽ നിന്നും എനിക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ ഭംഗിയായി കണ്ടക്ട് ചെയ്യുന്നതിന് ഗസ്റ്റ് ഹൗസിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ളതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മീറ്റിങ്ങുകൾ ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ഞാൻ 2-2.5 വർഷം അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയും അതിൽ ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ എന്നോടൊരു മമത കാണിക്കുക അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു ഹിമാലയ പർവ്വതം പോലെ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ്. എന്ത് വന്നാലും കുലുങ്ങില്ല എന്ന് നിൽക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. അത് പാർട്ടിയെ ചിലപ്പോൾ കവച്ചു വയ്ക്കാൻ തക്ക ഒരു ശക്തിയായിട്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി എന്ന് ആരും ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മമതാ ബാനർജിയും നമ്മുടെ സ്റ്റാലിനും ഒക്കെ നമുക്ക് പറയാമെങ്കിലും അതിനേക്കാൾ അവരുടെയൊക്കെ സാഹചര്യങ്ങൾ വേറെയാണ്. ഇവിടെ എന്ന് വെച്ചാൽ അതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഇത്രയും പ്രശ്നങ്ങളും അഴിമതിയും ദുരന്തവും ഖജനാവിൻ്റെ പ്രശ്നവും എല്ലാം നിന്നിട്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അപൂർവമാണ്. അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഈ പാർട്ടിക്കകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷേ അദ്ദേഹം അതിന് തുനിഞ്ഞിറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ഉപദേശിക്കുന്നവരൊക്കെ പറയുന്നത് വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒട്ടും ദഹിക്കാത്ത വന്നാലേ തട്ടി പുറത്ത് കളയുള്ളൂ. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തി പോകുന്ന ഒരു ശൈലി, അത് ചിലപ്പം തെറ്റ് ചെയ്താൽ പോലും കൂടെ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ശൈലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ക്ലീൻ പാർട്ടി ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തട്ടേണ്ടതിനെ തട്ടി കൊണ്ടുപോകാനായിട്ട് കഴിയുമെങ്കിൽ ഇനി ഒരു ജില്ലാ സമ്മേളനമേ കഴിഞ്ഞുള്ളൂ. ഇനി വരുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ആര് പാർട്ടി സെക്രട്ടറി ആവും, ജില്ലാ സെക്രട്ടറി ആവും, ആര് അവിടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് വരും, അതിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആര് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇവിടെയൊന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിയുടെ അഭിപ്രായം, അദ്ദേഹം പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുമാണ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, എല്ലാമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. അദ്ദേഹം ഒരു അഭിപ്രായം പറയും. തീർച്ചയായിട്ടും പാർട്ടി കോൺഗ്രസിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലോ ഒരു വലിയ അഭിപ്രായം അദ്ദേഹം പറയും. ആ പറയുന്നത് നമുക്ക് കാതോർക്കേണ്ടതുണ്ട്. അത് ഈ പാർട്ടിയുടെ മാറ്റത്തിന് സഹായിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം തന്നെ തുടരുന്ന ചില നയങ്ങളുണ്ട്. ആ നയങ്ങളിൽ അദ്ദേഹം എത്ര മാറിയിട്ടുണ്ടെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു MVRൻ്റെ ഒരു നയം അദ്ദേഹം അതിനേക്കാൾ ഭംഗിയായിട്ട് നടപ്പിലാക്കി. ബദൽ രേഖ എന്ന് പറയുന്നത് മലപ്പുറത്തെ ഒരു വലിയ വിഭാഗത്തിനെ നമ്മൾ കൂടെ ഒപ്പം നിർത്തണം, അത് പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെ നിർത്തണമെന്നാണ് MVR പറഞ്ഞതെങ്കിൽ മുസ്ലിം ലീഗ് വന്നില്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ അതുകൊണ്ടാണ് താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, അൻവർ എങ്ങനെ ഇതിനകത്ത് കടന്നു വന്നു. അൻവർ കടന്നു വന്നതല്ല, അൻവറിനെ കടത്തി വിട്ടതാണ്. കരാട്ട് റസാഖ് എങ്ങനെ കടന്നു വന്നു എന്നുള്ള കരാട്ട് റസാഖിനെയും കടത്തിവിട്ടതാണ്, ജലീലിനെയും ഇതിനകത്ത് കടത്തിവിട്ടതാണ്, പാർട്ടി കടത്തിവിട്ടതാണ്, പാർട്ടിയുടെ നേതൃത്വം കടത്തിവിട്ടതാണ്, മുഖ്യമന്ത്രിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കടത്തിവിട്ടതാണ്. അത് വേറെ ചില ലക്ഷ്യങ്ങളായിരുന്നു. ആ ലക്ഷ്യങ്ങളാണോ നടന്നത്, അതോ പാർട്ടിക്ക് ഉദ്ദേശിക്കാത്ത ക്ഷീണമാണോ അതുണ്ടാക്കിയതെന്നൊക്കെ നോക്കാനുള്ളൊരു സമയമാണിപ്പോൾ. ആ സമ്മേളനങ്ങളിൽ എന്ത് നിലപാട് പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ശ്രീ M.V. ഗോവിന്ദന് എടുക്കാൻ കഴിയും, അതുപോലെ തന്നെ ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദവും സമ്മതവും ഉണ്ടാകുമോ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനകത്ത് രണ്ടാമതൊരു വലിയ ഘടകം വരുന്നതാണ്, ഈ പാർട്ടി സ്ഥാനങ്ങൾ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും, അത് വലിയൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ ജനങ്ങളുടെ മേൽ തട്ടിക്കയറുന്ന കുതിര കയറുന്ന ഭരണാധികാരികളെ ആണോ പാർട്ടി ഇനിയും തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. ചില്ലറ പോസ്റ്റൊന്നുമില്ല, 25,000 അടുപ്പിച്ച് 22,500 പോസ്റ്റുകൾ ഈ ത്രിതല പഞ്ചായത്തുകളിലായിട്ടുണ്ട്.
ഇത് മുഴുവൻ ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സേവകരാണ് പാർട്ടി എന്നുള്ളതാണല്ലോ വെപ്പ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയും പറയുന്നതാണ് സെർവൻ്റ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. അപ്പോൾ ജനങ്ങളുടെ സേവകരാണെങ്കിൽ ഈ 22,000 ചില്ലുവാനും വരുന്ന സഖാക്കളെ പാർട്ടി ഭാരവാഹികളായിട്ട് പിന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ അതിൽ കടന്നു വരുന്നവരെ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത 140 നിയോജകമണ്ഡലത്തിലേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ UR പ്രദീപ് ചേലക്കര വിജയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? അത് UR പ്രദീപ് ആയതുകൊണ്ടാണ്. പ്രദീപേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ പ്രദീപ്, എൻ്റെ സഖാവ് പ്രദീപ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വലിയ വൃന്ദം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് 10,000 ചില്ലുവാൻ വോട്ട് 12,000 ചില്ലുവാൻ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ 5,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പാർലമെൻറ്റിൽ സാക്ഷാൽ രാധാകൃഷ്ണൻ നിന്നിട്ട് 5,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് അടിച്ചു മാറ്റിയേനെ, മലർത്തി അടിക്കാൻ പറ്റാത്തത് UR പ്രദീപിനെ പോലൊരു സ്ഥാനാർത്ഥി അവിടെ വന്നു, നിഷ്പക്ഷനായ അല്ലെങ്കിൽ സേവകനായ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരാളെ അവിടെ കൊണ്ടുവന്നിറക്കി. അപ്പോൾ അതിൻ്റെ വില പാർട്ടി മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന 22,000 ചില്ലുവാനം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികൾ പാർട്ടിയുടേത് ആരായിരിക്കും? 140 നിയോജകമണ്ഡലത്തിലേക്ക് പാർട്ടി കൊണ്ടുവരാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ആരായിരിക്കും? ഇതൊക്കെ പാർട്ടിയുടെ ഭാവി. അതുപോലെ തന്നെ ഇനി വരുന്ന ജില്ലാ സെക്രട്ടറിമാർ അവർ പാർട്ടിയിൽ എങ്ങനെയായിരിക്കും, പാർട്ടിയിൽ ഏത് നിലവാരത്തിലുള്ളവരായിരിക്കും? ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ കളകളെ പറിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവരുന്നത് നല്ല ഒന്നാം തരം ഔഷധ വൃക്ഷങ്ങളാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. അതങ്ങനെ വന്നില്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ട് ഇനി പോവുള്ളൂ. ഇത് വീഴ്ചയുടെ ആരംഭമാണ്. വീഴ്ചയുടെ ആരംഭത്തിൽ നമുക്ക് ഉയരാനും എളുപ്പമാണ്. പക്ഷേ മൂക്ക് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉയരാൻ പറ്റില്ല. അത് പിന്നെ ബംഗാളും ത്രിപുരയുമായിട്ട് മാറും. അത് മാറാതിരിക്കാനായിട്ട് ശക്തിയുള്ള ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന് അത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരുപാട് പരാധീനതകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പലതിലും പണ്ടത്തെ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് മീറ്റിംഗ്, അതായത് 500 പേരിരിക്കുന്നെങ്കിലും 500 പേരെയും അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയും 500 പേര് പറയുന്നത് ശ്രദ്ധിക്കുകയും 500 പേര് അതിലെ പ്രധാനപ്പെട്ടവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ അവസാനം ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് എല്ലാവർക്കും തൃപ്തിയാകുന്ന വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാർട്ടി ലീഡറാണ് അദ്ദേഹം. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് നിരവധി മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസ് ഓഫീസർമാർ 250 IPS ഒന്നിച്ചിരിക്കുന്ന മീറ്റിങ്ങുകൾ അദ്ദേഹം ഒറ്റയ്ക്ക് മുണ്ടെടുത്തുകൊണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ ഒരു DGP തൊപ്പിയും വെച്ചിരിക്കുന്നു, ബാക്കിയിരിക്കുന്നത് മുഴുവൻ 250 പേരും സീനിയർ IPS ഓഫീസർമാരാണ്. അവിടുത്തെ മീറ്റിങ്ങുകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ പോലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ രീതിയിൽ ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം കണ്ട വിപത്തുകളൊക്കെ അതിനേക്കാൾ മോശമായിട്ട് വന്നിട്ട് പാർട്ടി ഒരു പ്രതിസന്ധിയിലെത്തുകയും, ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്തൊരു സംസ്ഥാനം പോലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സ്ഥലത്ത് പാർട്ടി ശിഥിലമായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ജില്ലാ സമ്മേളനമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 10-13ഓളം സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു. തുടർച്ചയായിട്ട് സംസ്ഥാന സമ്മേളനം വരാനിരിക്കുന്നു. പാർട്ടിയുടെ നിലപാട് എന്താണ്, പ്രഖ്യാപനം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുശേഷം ചർച്ച ചെയ്യാം. നന്ദി.